ഹായ് ഓൾ. വെൽക്കം ടു ദ AWS ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരു EC2 ഇൻസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? നമ്മൾ കൺസോൾ വെച്ചിട്ടായിരുന്നു നമ്മൾ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് AWS CLI വച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ AWS CLI ഫെമിലിയർ ആയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നോർമലി ഓർഗനൈസേഷൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെയുള്ള റിസോഴ്സസ്, അതായത് സർവീസസ് റിസോഴ്സസ് എന്നാണല്ലോ AWSൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ AWSൻ്റെ അകത്തിരിക്കുന്ന ഏതൊരു റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ കൺസോളിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതേപോലെയുള്ള CLIയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോർമലി ചെയ്യുന്നത്. പക്ഷേങ്കിൽ കൺസോളാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും ഗുണമുള്ളത് കൺസോൾ എന്ന് പറയുന്ന സാധനമാണ്. കാരണം അത് വിഷ്വലി കണ്ടിട്ട് മനസ്സിലാക്കി ചെയ്തെടുക്കാൻ പറ്റുകയാണല്ലോ അല്ലേ. അപ്പം നോർമലി ഓർഗനൈസേഷൻ്റെ അകത്ത് ഇതേപോലെയുള്ള ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലായ്പ്പോഴും ഏതൊരു ക്ലൗഡ് ഡെവലപ്പറും ഇങ്ങനെ കൺസോൾ വെച്ചിട്ട് റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ പോരാ. നമുക്ക് ഇതേപോലെയുള്ള CLIയും അല്ലെങ്കിൽ പവർഷെൽ സ്ക്രിപ്റ്റുകളും അതുകൂടാതെ പ്രോഗ്രാമാറ്റിക് ആയിട്ടിരിക്കുന്ന കുറച്ച് വേയും പിന്നെ ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുന്ന വേറെ വഴികളും എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഓട്ടോമേഷൻ രീതികളിൽ ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് കൂടി ക്ലൗഡ് ഡെവലപ്പർ ഉണ്ടാക്കിയിരിക്കണം. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ AWS CLI എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളതും ആക്സസ് കീ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളതും ഒരു പവർഷെൽ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഫെമിലിയർ ആയിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ EC2 ഇൻസ്റ്റൻസ് എങ്ങനെ AWS CLI വച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ AWSൻ്റെ CLI ഓപ്പൺ ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ AWS CLI കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു ഓൾറെഡി കോൺഫിഗർഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ സിസ്റ്റം അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങളത് കോൺഫിഗർ ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് CLI ഒന്ന് കോൺഫിഗർ ചെയ്യണേ. CLI വെച്ചിട്ട് റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ക്ലൗഡ് ഡെവലപ്പറും വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കേണ്ട സ്കില്ലുകളിലൊന്നാണ് ഇതേപോലെ ഇരിക്കുന്ന ഓട്ടോമേഷൻ വെച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പം നമുക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ CLI വച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഈ AWS EC2 റൺ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫോർമാറ്റ് AWS എന്നുള്ളതാണ് കമാൻഡ്. AWSൻ്റെ CLIയുടെ കമാൻഡ്. EC2 എന്ന് പറയുന്ന രണ്ടാമത്തെ പാരാമീറ്റർ നോർമലി ഏത് സർവീസിൻ്റെ അകത്താണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും. മൂന്നാമതെന്ന് പറയുന്നത് ഒറിജിനലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന കമാൻഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന കമാൻഡ് റൺ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നതാണ്. അതായത് പുതിയതായിട്ട് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ലോഞ്ച് ചെയ്യാൻ നമ്മൾ കൺസോൾ വെച്ചിട്ട് ലോഞ്ച് ചെയ്തല്ലോ അല്ലേ. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിരുന്നു. നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ വളരെ മിനിമം രീതിയിലാണ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന യാതൊരുവിധ കോൺഫിഗറേഷനും കൊടുക്കാതെ നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ കൺസോൾ വെച്ചിട്ട് നമ്മൾ EC2 ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിച്ചിരുന്നില്ല. നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള രീതികളിൽ EC2 ഡിഫറെൻറ്റ് യൂസ് കേസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് രീതികളിലൊക്കെ EC2 ഇതാക്കും. ഇപ്പം നമ്മൾ വളരെ മിനിമം രീതിയിലിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു EC2 ഇൻസ്റ്റൻസ് ആയിരുന്നു നമ്മൾ കൺസോൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന മിനിമൽ ഇൻപുട്ട് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ആണ് നമ്മൾ AWS CLI വെച്ചിട്ടും ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ പഠിച്ചു പോകുന്നതിനനുസരിച്ച് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കൺസോൾ വെച്ചിട്ട് പഠിക്കാം. അതേ സാധനം തന്നെ നമുക്ക് CLIയിലും നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ആണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പം മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ EC2ന് വേണം. ബേസിക്കലി നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ കൊടുത്തിരുന്നല്ലോ അല്ലേ. ആദ്യം കൊടുത്തിരുന്നത് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് കൺസോളിൽ വെച്ചിട്ട് ആമി ഏതാണ് എന്നുള്ളതായിരുന്നു അല്ലേ. ലിനക്സ് 2023 അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന ആമി ഏതാണോ അതാണ്. അപ്പം നമ്മൾ ആമി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. image_id എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്ഷൻ. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന EC2ൻ്റെ യൂസ് ചെയ്യേണ്ട ആമി ഏതാണോ അതാണ്. ഓക്കെ. അപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ട ആമിയുടെ ID എല്ലാ
ആമിക്കും ഒരു ഐഡി ഉണ്ടാവും. അപ്പം ആ ഐഡി ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നമുക്ക് CLI വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൺസോൾ എടുത്തതിന് ശേഷം, ഇത് EC2ൻ്റെ കൺസോളാണ്. ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ EC2ൻ്റെ കൺസോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഒന്ന് നോക്കണേ. അതായത് EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് റീജിയൻ ബൗണ്ട് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ കമ്പ്യൂട്ടറാണ് അല്ലേ? അപ്പോൾ അത് ഒരു ഡാറ്റാ സെൻറ്ററിലായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിലായിരിക്കും. അതായത് നമ്മളിവിടെ ഒരു റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീജിയനിലായിരിക്കും നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഇതേവരെ IAM എന്ന് പറയുന്ന കാര്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. IAM എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സർവീസാണ്. അതൊരു പർട്ടിക്കുലർ റീജിയനുമായിട്ട് അസോസിയേറ്റഡ് അല്ല. പക്ഷേങ്കിൽ EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഗ്ലോബൽ അല്ല, ഒരു പർട്ടിക്കുലർ റീജിയനുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതായത് ഈ റീജിയനിൽ നിങ്ങളൊരു പർട്ടിക്കുലർ റീജിയൻ്റെ അകത്ത് നിങ്ങളൊരു EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റീജിയൻ്റെ അകത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ആ റീജിയൻ്റെ ഉള്ളിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. വേറൊരു റീജിയൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ EC2 ഇൻസ്റ്റൻസ് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഹൈ അവൈലബിലിറ്റിയും അതേപോലെയുള്ള കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓൾറെഡി നമ്മൾ റീജിയൻ അവൈലബിലിറ്റി സോൺ ഡിസ്കസ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് റീജിയൻ ബൗണ്ട് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ അകത്താണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ റീജിയൻ്റെ അകത്ത് മാത്രമേ ആ EC2 ഇൻസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആമീസ് എന്ന് പറയുന്നതും റീജിയൻ ബൗണ്ട് ആണ്. ഓരോരോ ആമികളും ഇരിക്കുന്നത് ആ പർട്ടിക്കുലർ റീജിയൻ്റെ അകത്താണ്. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ അകത്ത് നമ്മൾ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ റീജിയൻ്റെ അകത്തിരിക്കുന്ന ആമി തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് റീജിയൻ്റെ അകത്താണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് റീജിയൻ്റെ അകത്താണ് EC2 ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. അതിന് പല പല കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ട്യൂട്ടോറിയലിൽ നെക്സ്റ്റ് വീഡിയോസിൻ്റെ അകത്ത് അത് ഡിസ്കസ് ചെയ്യാം. അതായത് ചില സമയങ്ങളിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറയുകയാണ്. ജസ്റ്റ് ഒന്ന് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും ഇന്ത്യയിലാണെങ്കിൽ ബെറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിലകത്തിരിക്കുന്ന ഒരു റീജിയൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ ഇരിക്കുന്നത് ഇന്ത്യക്കകത്താണ്, മുംബൈയിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇന്ത്യക്കകത്ത് തന്നെയാണെങ്കിൽ ആ ലേറ്റൻസി ഉണ്ടല്ലോ, അതായത് ആ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് നമ്മളുടെ ലാപ്ടോപ്പിലേക്ക് എത്താൻ ഇൻ്റർനെറ്റ് വഴി ട്രാവൽ ചെയ്ത് വരാനുള്ള ഒരു ലേറ്റൻസി ഉണ്ടല്ലോ അല്ലേ, ആ ലേറ്റൻസി കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി നിങ്ങൾ US-ലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ കൂടുതൽ ദൂരം അത് കേബിളുകൾ വഴി വരേണ്ടതും ആ ലേറ്റൻസി കൂടുകയും ചെയ്യും അല്ലേ. അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന EC2 ഇൻസ്റ്റൻസ് എവിടെയാണ്, ഏത് റീജിയനിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പിറകിലുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചെന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട റീജിയൻ ഏതാണ് എന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യാം. എന്നിട്ട് ചൂസ് ചെയ്താൽ, ഞാനിവിടെ വിർജീനിയയിലാണ്, അതായത് നോർത്ത് വിർജീനിയ അല്ലെങ്കിൽ US ഈസ്റ്റ് 1-നകത്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ അകത്ത് ആമി കാറ്റലോഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ അകത്തിരിക്കുന്ന ആമീസിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലിനക്സിൻ്റെ ആമിയാണ്. ആമസോൺ ലിനക്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടും അതിൻ്റെ ID ഏതാണ് എന്നുള്ളത്. ഞാൻ 64 ബിറ്റാണ് ചൂസ് ചെയ്യുന്നത്, അതായത് ARM ഒന്നുമല്ല, ഞാൻ x86ൻ്റെ അകത്തിരിക്കുന്ന സാധനമാണ്. അപ്പം ആ ഒന്ന് ചൂസ് ചെയ്തെടുക്കാം, കോപ്പി ചെയ്തെടുക്കാം. ഈ സാധനം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആമി സ്പെസിഫൈ ചെയ്ത് കൊടുത്തു അല്ലേ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളുടെ ഇൻസ്റ്റൻസ് ടൈപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐഫൺ ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ ടയറിൻ്റെ അകത്ത് നമുക്ക് ആകെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ടൈപ്പേ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണല്ലോ അല്ലേ. എന്ന് പറയുന്നത് T2.micro എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പം നമ്മൾ അത് വാല്യൂ ആയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു, T2.micro എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു
കീ വാല്യൂ പെയർ കൂടി പറഞ്ഞു കൊടുക്കണം. ഓൾറെഡി നമ്മൾ ലോഞ്ച് ഇൻസ്റ്റൻസ് ചെയ്ത സമയത്ത് നമ്മൾ ക്രിയേറ്റ് കീ വാല്യൂ പെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു PM ഫയലെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം അതേപോലെ തന്നെ നമുക്ക് നമ്മൾ CLI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്കൊരു കീ വാല്യൂ പെയർ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് EC2 ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. SSH വെച്ചിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ PM ഫയൽ വേണമല്ലോ അല്ലേ? അപ്പം നമ്മളുടെ കീ വാല്യൂ പെയർ ഏതാണ് എന്നുള്ളത് ഈ ഇൻസ്റ്റൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കീ വാല്യൂ പെയർ ഏതാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് അത് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത്, അപ്പം നമുക്ക് ആദ്യം ഒന്ന് അങ്ങനെ ഉണ്ടാക്കണം. കീ വാല്യൂ പെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CLI വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ സിമ്പിൾ രീതിയിലായതുകൊണ്ട് നമ്മൾ കീ വാല്യൂ പെയർ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ നോക്കുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്ന സമയത്ത് ചെയ്യാം. ഇപ്പം നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസോൾ വെച്ചിട്ട് ഒരു കീ വാല്യൂ പെയർ ഉണ്ടാക്കുന്നു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റിൽ കീ പെയേഴ്സ് എന്ന് പറയുന്ന കാര്യമേ. ഇപ്പം ഇതിനകത്ത് കീ വാല്യൂ പെയേഴ്സ് ഒന്നുമില്ല, അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു പേര് കൊടുക്കുന്നു, വെബ് സെർവർ -001 എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമേ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആവരുതേ. നമ്മൾക്ക് ഒരു കീ വാല്യൂ പെയർ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CLI വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എൻറ്റയർ പ്രോസസ്സ്, അതായത് കീ വാല്യൂ പെയർ ക്രിയേറ്റ് ചെയ്യുക, സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു എൻറ്റയർ EC2 ഇൻസ്റ്റൻസ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ CLIയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എൻറ്റയർ സാധനം കീ വാല്യൂ പെയറും നമുക്ക് CLIയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ കീ വാല്യൂ പെയർ എന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കീ വാല്യൂ പെയറിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് CLI വെച്ചിട്ട് എങ്ങനെ ഇതാക്കാമെന്ന് ചോദിക്കാം. ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൺ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന കമാൻഡിലാണ്. അതിൻ്റെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കീ വാല്യൂ പെയർ വേണം. അതുകൊണ്ട് മാത്രമായിരുന്നു ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ PM എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. RSA ബാക്കിയെല്ലാം അതേപടി ഇതാക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പോലെ തന്നെ നമുക്കൊരു PM ഫയൽ ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കീ വാല്യൂ പെയറിൻ്റെ നെയിം അതാണ് നമ്മൾ നമ്മളുടെ CLIക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ CLIയുടെ അടുത്ത് നമ്മൾ പറയാണ് ഈ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഈ കീ വാല്യൂ പെയർ യൂസ് ചെയ്തുകൊള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കീ വാല്യൂ പെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് ഫയൽ PM എന്ന് പറഞ്ഞിരിക്കുന്ന എക്സ്റ്റൻഷനുള്ള ഫയൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് SSH വെച്ചിട്ട് കണക്ട് ചെയ്യാം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കീ വാല്യൂ പെയറിൻ്റെ നെയിമാണ്. അതൊന്ന് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് അപ്പോൾ കീ വാല്യൂ പെയർ പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് -key -name എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് കീ വാല്യൂ പെയറിൻ്റെ നെയിം ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അതായത് AMI ID നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ഇൻസ്റ്റൻസ് ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് കീ വാല്യൂ പെയർ നെയിമിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസോൾ വെച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം അത് ക്രിയേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, റണ്ണിങ്ങുമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലേ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻസ് ഐ ഡി എന്ന് പറയുന്നത് ഒന്ന് വെരിഫൈ ചെയ്യാം. 0F3 എന്ന് പറയുന്നതാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി AWS CLI വെച്ചിട്ട് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം ഇവിടെ നമ്മൾ നോർത്ത് വിർജീനിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന റീജിയൻ്റെ അകത്തായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത് അല്ലേ? അപ്പം നമ്മൾ AWS CLIക്ക് അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു റീജിയൻ പറഞ്ഞു കൊടുത്തിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ റീജിയൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് AWS അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ യൂസർ ഫോൾഡറിൻ്റെ അകത്ത് .aws എന്ന് പറയുന്നതിൻ്റെ അകത്ത് config എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്.
അതിൻ്റെ അകത്താണ് നിങ്ങളുടെ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യേണ്ട റീജിയൻ ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത സമയത്ത് നമ്മൾ റീജിയൻ ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവൻ വളരെ കറക്റ്റായിട്ട് US ഈസ്റ്റ് 1 എന്ന് പറയുന്ന ആ റീജിയൻ്റെ അകത്ത് തന്നെ പോയി ക്രിയേറ്റ് ആയി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവൻ നമ്മൾ റീജിയൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ഡിഫോൾട്ടായിട്ട് AWS CLIക്ക് അകത്ത് എന്ത് റീജിയൻ ആണോ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അത് യൂസ് ചെയ്തുകൊള്ളും. ഓക്കെ. അപ്പം നമ്മൾ ഓൾറെഡി നിങ്ങളത് CLI നമ്മൾ ഫെമിലിയർ ആയ സമയത്ത് നമ്മൾ CLI പഠിച്ചു തുടങ്ങിയ ട്യൂട്ടോറിയലിൻ്റെ അകത്ത് നമ്മളത് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന റീജിയൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ ഏതാണോ റീജിയൻ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്നത് നമ്മളിവിടെ റൺ ഇൻസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ __ റീജിയൻ എന്ന് പറഞ്ഞിട്ട് റീജിയൻ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതേപോലെ ഇമേജ് ID അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് -റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് റീജിയൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ റീജിയൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന റീജിയൻ ഏതാണോ അതാണ് ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കണം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ റെസ്പോൺസ് വന്നിരിക്കുന്നത് ഒരു JSON ഫോർമാറ്റിലാണ് അല്ലേ. JSON എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഫെമിലിയർ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബോഡിസി ആയാലും AWS CLIയുടെ റെസ്പോൺസ് ആയാലും പവർഷെല്ലിൻ്റെ അകത്ത് റെസ്പോൺസ് ആയാലും എല്ലാം മോസ്റ്റ്ലി നമ്മൾ JSON ആയിട്ടായിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ JSON ഫോർമാറ്റുമായിട്ടൊന്ന് ഫെമിലിയർ ആയിട്ടിരിക്കണേ. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഇൻസ്റ്റൻസ് അറേ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയത്ത് നമുക്ക് ഒരു ഇൻസ്റ്റൻസ് മാത്രമല്ല നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവൻ അറേ ആയിട്ട് വന്നത്. അറേക്കകത്ത് ഓരോരോ ഒബ്ജക്റ്റുകളാണ്. അതായത് നമ്മൾ 2 ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിവിടെ 2 ഇൻസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസ് ഔട്ട്പുട്ടായിട്ട് വരുമായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ AWS CLIയുടെ AWSൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് റൺ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പോസിബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ മിനിമൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ മിനിമൽ രീതിയിൽ എങ്ങനെ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും __ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ 2 ഇവിടെ പറഞ്ഞു __ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തു. എന്നിട്ട് 2 പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവൻ 2 EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അതങ്ങനെ എത്ര EC2 ഇൻസ്റ്റൻസുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ള കാര്യം റീജിയൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ടും റൺ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു റീജിയനിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ _ റീജിയൻ എന്ന് പറഞ്ഞിട്ട് ആ റീജിയൻ്റെ പേരാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. റീജിയൻ്റെ പേര് നിങ്ങൾ ഓൾറെഡി ഇവിടെ ഫെമിലിയർ ആണല്ലോ അല്ലേ. ഇവിടെ ഇരിക്കുന്ന റീജിയൻ്റെ നെയിം ഏതാണോ അതിൻ്റെ അകത്തിരിക്കുന്ന ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള നെയിം അല്ല, പകരം കോഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതേപോലെയുള്ള US ഈസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കോഡാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാ സ്ഥലത്തും കോഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇതേപോലെയുള്ള ഓട്ടോമേഷൻ കാര്യങ്ങളിലെല്ലാം നമ്മൾ കോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കൺസോളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഹ്യൂമൻ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടിരിക്കുന്ന ഒരു നെയിം മാത്രമാണിത്. നോർമലി എല്ലാ സ്ഥലങ്ങളിലും റീജിയൻ്റെ കോഡായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ CLIയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. CLIയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. ഇതിവിടെ ബ്രേക്ക് ആയതും കാണാൻ പറ്റും അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന JSON ഒബ്ജക്റ്റ് അവൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഇവിടെ ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. ഇത് വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അവനൊരു ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള ഇൻഫർമേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇത് ഒന്ന് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ എൻ്റർ അടിച്ച് ഇങ്ങനെ പോകേണ്ടി വരും. എന്നാലേ അവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. എൻ്റർ എന്ന് പറയുന്ന കീ മൾട്ടിപ്പിൾ ടൈം ഇതിൻ്റെ അവസാനം എത്തുന്നത് വരെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഓക്കെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ AWS CLI വച്ചിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇൻസ്റ്റൻസ് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഇനി നമ്മൾ ഇവിടെ വച്ചിട്ട് നമ്മൾ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് ഈ ഇൻസ്റ്റൻസ് ചൂസ് ചെയ്തിട്ട് നമ്മൾ
സ്റ്റാർട്ട്, സ്റ്റോപ്പ് എല്ലാം ചെയ്തിരുന്നല്ലോ അല്ലേ? അതായത് ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പരിപാടി നമുക്ക് എങ്ങനെ AWS CLI വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതൊന്ന് ആദ്യം ഒന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം നമുക്കിതിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണല്ലോ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ഒരു EC2 ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതൊന്ന് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് സ്റ്റോപ്പ് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കമാൻഡ്. ഞാൻ വേണേൽ ഈ AWS CLI ഒന്ന് വലുതാക്കാം. കുറച്ചും കൂടെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ട കമാൻഡാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ഇൻസ്റ്റൻസിൻ്റെ അകത്ത് എന്ത് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻസിൻ്റെ ID ആണ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. എല്ലാ ഇൻസ്റ്റൻസിനും ഒരു ID ഉണ്ടാവും. ഒരു യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ID ഉണ്ടാവും. ആ ID എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങളിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നെയിം കൊടുത്തിരുന്നില്ല അല്ലേ? നെയിം എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. ഇൻസ്റ്റൻസിൻ്റെ കേസിൽ നെയിം എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. നെയിം എന്ന് പറയുന്നത് നെയിം വച്ചിട്ടല്ല നമ്മൾ ഒരു ഇൻസ്റ്റൻസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെയിം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ ഇതാക്കും. നെയിം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഇൻസ്റ്റൻസ് ഇന്നതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇതിൻ്റെ അകത്ത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഇൻസ്റ്റൻസ് ID എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ ഇൻസ്റ്റൻസ് ആണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ ഇൻസ്റ്റൻസിൻ്റെ ID ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ബട്ടൺ അടിച്ചിട്ട് കോപ്പി ചെയ്താലും മതി. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഒരു സ്പേസ് ഇടാം, എന്നിട്ട് ഇൻസ്റ്റൻസ് ID പറഞ്ഞു കൊടുക്കാം, എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻസ്റ്റൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന സ്റ്റേറ്റ് കാണാം, സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, അത് എഫക്റ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അവൻ സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കമാൻഡ് സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്ന വരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റൻസിനെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പം നമുക്കൊന്ന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് നോക്കാം. അപ്പം നമ്മളുടെ ഇൻസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ്ഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഈ ഇൻസ്റ്റൻസിനെ നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളുടെ വിർച്വൽ കമ്പ്യൂട്ടർ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മളുടെ ഇൻസ്റ്റൻസിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ കൺസോൾ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ വെച്ച് ചെയ്തിരുന്നു. ഇതേ സാധനം തന്നെ നമുക്ക് AWS CLI വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കമാൻഡിൻ്റെ അകത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതല്ലേ, സ്റ്റാർട്ട് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞിരിക്കുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് സ്റ്റാർട്ട് ഇൻസ്റ്റൻസസ്. സ്റ്റോപ്പ് ഇൻസ്റ്റൻസസ് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അതേപോലെ തന്നെ സ്റ്റാർട്ട് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോപ്പ് ഇൻസ്റ്റൻസസിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റൻസ് ID ആയിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്. അതേ സാധനം തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഏത് ഇൻസ്റ്റൻസ് ആണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ഇൻസ്റ്റൻസ് IDs എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൻസ് ID ഏതാണോ അതെന്ന് പറയുന്നത്, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവൻ സ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ. അപ്പം പെൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ പെൻഡിങ് ആണ് വരുന്നത്. അത് അവൻ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. നമുക്കൊന്ന് പോയി നോക്കാം ഇതിൻ്റെ അകത്ത്. റണ്ണിങ് ആണ് അല്ലേ? അതായത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റൻസ് ID പറഞ്ഞു കൊടുത്തല്ലോ അല്ലേ? ഈ ഇൻസ്റ്റൻസ് ID വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റൻസ് ID അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IDs എന്നാണ് അതിൻ്റെ പേര്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ID, ഏതൊക്കെ ഇൻസ്റ്റൻസസ് ആണോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ ഇൻസ്റ്റൻസ് IDസും ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യത്തെ ഇൻസ്റ്റൻസ് ID കൊടുക്കുക, എന്നിട്ടൊരു സ്പേസ് ഇടാം, എന്നിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ID പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റാർട്ട് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് IDയിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസിൻ്റെ IDs പറഞ്ഞു കൊടുത്തു. അപ്പം അവൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻസ്റ്റൻസസിനെയും അവൻ സ്റ്റാർട്ട് ചെയ്തോളും. അതായത് ഒരു ഇൻസ്റ്റൻസ് മാത്രമായിട്ടല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റൻസ്
ഇൻസ്റ്റൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസോ അറ്റ് ദ സെയിം ടൈം സ്റ്റാർട്ട് ഇൻസ്റ്റൻസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇത് തന്നെ സ്റ്റോപ്പ് ഇൻസ്റ്റൻസസിനകത്തും അപ്ലിക്കബിൾ ആണ്. ഇൻസ്റ്റൻസ് ഐഡീസ് ആണ് ഇവിടെ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസിനെ നമുക്ക് ഒരേ സമയത്ത് ഇതാക്കാം. അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഇതൊന്ന് ചെയ്ത് നോക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക് കാര്യം മാത്രമേ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ EC2ൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ CLI വെച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഈ ഒരു 3 കമാൻഡുകൾ നിങ്ങളും ഒന്ന് AWS CLIക്കകത്തൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.